നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അർജുനെ, നമ്മൾ വലിയ രീതിയിൽ ഇപ്പോൾ ഈ ക്രിസ്ത്യൻ സഭയുമായി ബന്ധപ്പെട്ടും കന്യാസ്ത്രീകളുമൊക്കെ ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഛത്തീസ്ഗഡിലുണ്ടായിട്ടുള്ള മതപരിവർത്തന ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു. അതിൽ പല തട്ടുകൾ, പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, പല രീതിയിൽ അത് പറയുന്നുണ്ട്. പക്ഷെ അതിനിടയിലാണ് നമ്മൾ വിട്ടുപോയതോ അല്ലെങ്കിൽ കേരളത്തിലെ മാപ്രകൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊന്നും ശബ്ദിക്കാത്ത, അതായത് ഞാൻ ശബ്ദിക്കാത്തതെന്ന് ഞാൻ പറയുന്നത്, ആമസോൺ കാട്ടിന് തീപിടിച്ചാൽ പോലും ഇവിടെ പ്രതിഷേധ പ്രകടനം നടത്തുന്ന ആളുകളുണ്ട്, ഗസയ്ക്ക് വേണ്ടി പ്രകടനം നടത്തുന്ന ആളുകളുണ്ട്. അവരൊന്നും അറിഞ്ഞ മട്ടില്ല. കോങ്കോയിൽ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ ഈ ISIS-മായി ബന്ധപ്പെട്ട ഒരു തീവ്രവാദ സംഘടന ആക്രമണം നടത്തിയിട്ട് 50-നടുത്ത ആളുകളാണ് മരണപ്പെട്ടത്. മരണസംഖ്യ ഇനിയും കൂടും എന്നുള്ള നിലയിലൊക്കെ കാര്യങ്ങളുണ്ട്. ലോകരാജ്യങ്ങളൊക്കെ മൊത്തം അപലപിച്ചിട്ടുണ്ട്. ഇന്ത്യയും ആ കാര്യത്തിൽ അപലപിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ ചർച്ചയാക്കിയിട്ടില്ല. കേരളത്തിലെ ക്രിസ്ത്യൻ സ്നേഹികളായിട്ടുള്ള സുഡാപ്പികൾക്കൊന്നും ഒരക്ഷരം മിണ്ടാനുമില്ല. എന്താണ് വിശദവിവരങ്ങൾ? ഇത് കോങ്കോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊരു പുതിയ കഥ മാത്രമല്ല. നമുക്കറിയാം, ഇന്ന് പല ക്രൈസ്തവ രാജ്യങ്ങൾ, ഈ ക്രൈസ്തവ രാജ്യങ്ങളെല്ലാം എങ്ങനെയാണ് ക്രൈസ്തവ രാജ്യങ്ങളായി മാറിയത് എന്നുള്ള കഥയും നമുക്കറിയാമല്ലോ. ഇന്ന് ഈ പല ക്രൈസ്തവ രാജ്യങ്ങളും റാപ്പിഡായിട്ടുള്ള ഇസ്ലാമൈസേഷന് വിധേയമായി പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല ക്രൈസ്തവ രാജ്യങ്ങൾ, ഇപ്പോൾ യൂറോപ്പിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്ഥിതി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ UK-യുടെ, അതോടൊപ്പം തന്നെ ഒരു നോർത്തേൺ അയർലൻഡിൽ ഇന്നൊരു കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കലാപം നടന്നു കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. UK-യിൽ ഒരു കലാപം നടന്നു കഴിഞ്ഞിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. ജർമ്മനിയിൽ ഹാംബർഗിലടക്കം മസ്ജിദുകൾ വരെ അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി നിന്നു. ഈ പറയുന്ന നെതർലാൻഡ്സിൽ നമുക്കറിയാം, ഈ പറയുന്ന അവിടുത്തെ തീവ്രത വലതുപക്ഷ നേതാവ് അദ്ദേഹം ഉയർത്തുന്ന കോൺട്രവേഴ്ഷ്യൽ കമൻസ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. വീൽഡേഴ്സ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഉയർത്തുന്ന കോൺട്രവേഴ്ഷ്യൽ കമൻസ്. അപ്പോൾ അതിന് വ്യാപകമായി തുടർന്നുകൊണ്ട് ഈ പറയുന്ന നൈജീരിയയിലും ഈ പറയുന്ന കോങ്കോയിലും സിറിയയിലും എല്ലാം ക്രൈസ്തവരെ വേട്ടയാടുന്നു, അവരെ ആക്രമിക്കപ്പെടുന്നു. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ പൊതുവെ ആക്രമിക്കപ്പെടുന്നത് മതപരിവർത്തനത്തിന് ഏർപ്പെടുന്ന ഈ പറയുന്ന പെന്തക്കോസ്റ്റൽ ലോബിയും ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസുമാണ്. പക്ഷേ ഈ ഇസ്ലാമിക രാജ്യങ്ങൾ നമ്മൾ ഇസ്ലാമിക രാജ്യങ്ങളെന്ന് പറയാൻ കഴിയില്ല. അവിടെ ക്രിസ്ത്യൻ പോപ്പുലേഷനും മുസ്ലിം പോപ്പുലേഷനും നല്ല രീതിയിൽ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയുണ്ട്. അവിടെ ആക്രമിക്കപ്പെടുന്നത് ട്രഡീഷണൽ ക്രിസ്ത്യൻസ് ആണ്. ഒരിക്കലും അവർ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നില്ല, ഇസ്ലാമിക സമൂഹത്തിന് മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നില്ല. പക്ഷേ അവരുടെ ഈ പറയുന്ന റിലീജിയസ് ഐഡന്റിറ്റി ഈ പറയുന്ന ക്രിസ്ത്യനാണ് എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് അവർ ആക്രമിക്കപ്പെടുന്നത്. അത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോങ്കോയിൽ സംഭവിച്ചു, മുമ്പ് നൈജീരിയയിൽ സംഭവിച്ചു, സുഡാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു തുടർക്കഥയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടുത്തെ ഭരണകൂടവും അവിടെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്നുള്ളത്. അപ്പോൾ ഇത് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ കോങ്കോയിൽ ഈ ക്രിസ്ത്യൻ ദേവാലയത്തിൽ വലിയ ആക്രമണമാണ് നടന്നത്. 50-നടുത്ത ആളുകൾ കൊല്ലപ്പെടുന്നു. അതും വിശ്വാസികളാണ്. ക്രിസ്ത്യൻ ദേവാലയത്തിലേക്ക് വന്ന വിശ്വാസികൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭീകരരുടെ ആക്രമണം ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങളടക്കം ദാരുണമായി കൊല്ലപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഭരണത്തിൽ തന്നെ ഇരിക്കുന്ന പല മേഖലകളുമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം അത് ഇപ്പോൾ പടിഞ്ഞാറ് യൂറോപ്പായാലും ഏത് യൂറോപ്പിൻ്റെ എല്ലാ മേഖലകളും എടുത്ത് നമുക്ക് നോക്കിയാൽ അവിടെയൊക്കെ തന്നെ ഒരു കുടിയേറ്റത്തിൻ്റെ വിഷയം ഉണ്ടാവുകയും പതുക്കെ അവർക്ക് അഭയം കൊടുത്ത സ്ഥലത്ത് പിന്നീട് അവരെ തന്നെ താഴെ ഇറക്കി അവരോട് വെല്ലുവിളിക്കുകയും അവിടെ അവർക്ക് സ്വതന്ത്രമായൊരു ഒരു റിപ്പബ്ലിക്ക് വേണം എന്ന തരത്തിലേക്ക് ആളുകൾ മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയും കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തെ സഭയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ്, അല്ലേ? നമുക്കറിയാമല്ലോ, ഈ പറയുന്ന ഓസ്ട്രേലിയയിൽ തന്നെ ഒരു പള്ളിക്കകത്ത് കയറിയിട്ടാണ് ആ ഒരു ഫാദറിനെ ആക്രമിച്ചത്. അതും ഒരു അഭയാർത്ഥിയായിരുന്നു ആക്രമിച്ചത്. അപ്പോൾ അതും മാത്രമല്ല, ഈ പറയുന്ന അക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കഥയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ആക്രമണങ്ങൾ ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുകൊണ്ടോ ഇസ്ലാമിക തീവ്രവാദ ആക്രമണങ്ങൾ ക്രൈസ്തവ രാജ്യങ്ങളിലോ അരങ്ങേറുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ മിണ്ടാതിരിക്കുന്നു, നിശബ്ദത പാലിക്കുന്നു. ഈ പറയുന്ന ബജ്രംഗ് ദാളിൻ്റെ ഭാഗത്തു നിന്നോ ഈ പറയുന്ന ഹനുമാൻ സേനയുടെ ഭാഗത്തു നിന്നോ മതപരിവർത്തന ലോബികൾക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന പോലെ ശബ്ദമുയർത്തുന്നത്. അത് തന്നെ നമ്മുടെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളങ്ങനെ ശബ്ദം ഉയർത്തുന്നത്. അതല്ലാതെ അതിലൊരു നിരവാദിത്വം അല്ലെങ്കിൽ ഒരു വാലിഡിറ്റി നമുക്കത് കാണാൻ കഴിയുന്നില്ല. തീർത്തും നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഈ പറയുന്ന BJP-യുമായിട്ട് ക്രിസ്ത്യൻ സഭ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മതപരിവർത്തനം ഒരു ടൂളാക്കുകയാണ്
ഇവിടുത്തെ മാധ്യമവും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും ചെയ്യുന്ന ഒരു നയം എന്ന് പറയുന്നത്. നമുക്കറിയാം കാഞ്ഞങ്ങാട് കുറച്ച് നാളുകൾക്ക് മുന്നേ ആയിരുന്നു ഒരു സ്കൂളിൽ, ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ ഒരു മേരിയുടെ പടം ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് അവിടുത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്കൂൾ അധികാരികളെ ഭീഷണിപ്പെടുത്തിയത്. മൂവാറ്റുപുഴയിൽ അതിന് കുറച്ച് നാൾക്ക് മുമ്പായിരുന്നു, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നിസ്കരിക്കാൻ ഇടം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പള്ളിയിലച്ഛനെ ഭീഷണിപ്പെടുത്തിയത്. അന്നൊന്നും ഉയർന്നു വരാത്ത ഈ സ്വരങ്ങൾ ഈ പറയുന്ന പോലെ മതപരിവർത്തനത്തിന്റെ പേരിൽ ബജ്രംഗ് ദാളിന്റെ പ്രവർത്തകർ നിയമം കയ്യിലെടുത്തു ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ അതിനെതിരെ പ്രവർത്തിച്ചപ്പോൾ ഇവിടുന്ന് ഉയരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റു ഗൂഢ ലക്ഷ്യങ്ങൾ മാത്രമാണ്. അതുമാത്രമല്ല, ഈ പറയുന്ന ഇസ്ലാമിക ഭീകര ആക്രമണങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ് ഈ പറയുന്ന കേരളത്തിലെ മാധ്യമപ്രവർത്തകരും മറ്റു രാഷ്ട്രീയ ഇടത് വലത് മുന്നണികളും ചെയ്യുന്നത്. അത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് ഞാൻ പറയുന്നത് ഒരിക്കലും ഇസ്ലാം മതവിശ്വാസികളെ കുറിച്ചല്ല, യഥാർത്ഥ മതവിശ്വാസികളെ കുറിച്ചല്ല പറയുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. അത് വലിയ സുസംഘടിതമായ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ്. നമ്മുടെ ലോകത്ത് മൊത്തമായിട്ട് ഈ ലോകത്ത് എങ്ങനെ വളരെ ഫലപ്രദമായി കടന്നു കയറാം, അവിടെ ഏത് രീതിയിൽ എങ്ങനെ ചെയ്യാം. അതായത് ഇപ്പം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു നയം എന്ന് പറയുന്നത്, അവർ ഭൂരിപക്ഷമല്ലാത്ത സ്ഥലങ്ങളിൽ അവർ ഇരകളാകുകയും അവിടെ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്യും. ന്യൂനപക്ഷം ഒരു പ്രത്യേക തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ ഉൾപ്പെടെ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. ഇപ്പൊ ന്യൂനപക്ഷമായിരിക്കുന്ന വേളയിൽ ന്യൂനപക്ഷ സംരക്ഷണം ആവശ്യപ്പെടും, മതേതരത്വത്തിന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കും, മനുഷ്യത്വത്തിന് വേണ്ടി വാദിക്കും. പക്ഷേ ഭൂരിപക്ഷമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നിലനിൽപ്പില്ല. ഇത് തന്നെയാണ് നമ്മൾ സിറിയയിൽ കണ്ടത്, നൈജീരിയയിൽ കണ്ടത്, സുഡാനിൽ കണ്ടത്, കോങ്കോയിൽ കണ്ടത്, മറ്റു പല രാഷ്ട്രങ്ങളിലും, ഇറാനിലും ഇറാഖിലും. ഇറാനിലേക്ക് ഒരിക്കൽ സൊറാസ്ട്രിയൻ ഭൂരിപക്ഷമായിരുന്നല്ലോ, ഇന്ന് ആ രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ്? ഈജിപ്റ്റൊക്കെ ഒരിക്കൽ കോപ്റ്റിക് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നല്ലോ, ഇന്ന് ആ രാഷ്ട്രത്തിന്റെ അവസ്ഥ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഈജിപ്തിന്റെ കാര്യത്തിൽ ഈജിപ്റ്റ് പലപ്പോഴും ഞാൻ പറഞ്ഞ ഈ ഒരു കോപ്റ്റിക് ക്രിസ്ത്യൻ രാജ്യമായിരുന്ന ഈജിപ്റ്റ് എത്ര പെട്ടെന്നാണ് മാറിയത് എന്നുള്ളതാണ്. ഇറാനിൽ ഇപ്പോൾ ഖമനേയുടെ പേരാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ അവിടെ മുമ്പുണ്ടായിരുന്നത് ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. അതെ, അത് എന്തുകൊണ്ടാണ് അവരെവിടെ പോയി, അവരെങ്ങനെയാണ് ഇല്ലാതാക്കപ്പെട്ടത്, ആരാണ് അവരെ ഇല്ലാതാക്കിയത്? പലപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എപ്പോഴും എടുത്ത് പരിശോധിക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ അവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. അവർ പലപ്പോഴായിട്ട് ആ ഒരു മതം വളർന്നു വലുതായി വരുന്ന സമയത്ത് ഈ മതത്തിൻ്റെ വക്താക്കളായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം അങ്ങ് വരും. ഇത് കാലേക്കുട്ടിയുള്ള പദ്ധതിയാണ്. എന്നിട്ട് മുകളിലെത്തുമ്പോൾ ഈ മതത്തിൻ്റെ വക്താക്കളായിട്ട് ഇവർ വരികയും ഭരണം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരികയും അതൊരു ശരീഅത്ത് നിയമത്തിലേക്ക് വരണം എന്ന രീതിയിലേക്കാവുകയും അവിടെ സാധാരണക്കാരായിട്ടുള്ള മതവിശ്വാസി ഉണ്ടല്ലോ, ഇസ്ലാം മതവിശ്വാസികൾ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതനിരപേക്ഷയിൽ വിശ്വസിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോവുകയും അവരെ ഹൈജാക്ക് ചെയ്യുന്നുണ്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം. അതിന് നമ്മൾ മറ്റെങ്ങും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായ കാശ്മീർ മാത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ആ കാശ്മീരിൽ എന്താണ് നടന്നത്, എന്തുകൊണ്ടാണ് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് കൂട്ടപലായനം ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? ഒരു ബീട്ടാ കരാട്ടെ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, ഇന്ന് നമ്മൾ ക്രിസ്ത്യൻ സ്നേഹം പറയുന്ന എത്ര പേര് ഈ പറയുന്ന ബീട്ടാ കരാട്ടെ എന്ന് പറയുന്ന വ്യക്തി അവിടുത്തെ ഈ പറയുന്ന കാശ്മീരിലെ എത്രത്തോളം ക്രിസ്ത്യൻ സ്കൂളുകൾ പരസ്യമായി കത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിനെതിരെ ഒന്നും യാതൊരു പോരാട്ട വീര്യമോ നമ്മൾ നടത്തിയിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, ഈ പറയുന്ന കാശ്മീരിലെ ക്രിസ്ത്യൻസിനോട് മതപരിവർത്തനം ആരോപിച്ച് ആ താഴ്വരയിൽ നിന്നുകൊണ്ട് ഒഴിഞ്ഞു പോകണമെന്നാണ് അന്നത്തെ ഒരു 8 വർഷം മുന്നേ അവിടുത്തെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടത്, ഇദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ. അപ്പോൾ നമുക്കറിയാവുന്ന നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് കാശ്മീർ എന്നുള്ളത്. ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ അടയാളമാണ് ഈ പറയുന്ന നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാശ്മീർ. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള കുറേ വ്യക്തികൾക്ക് ഇതിനെക്കുറിച്ച് അറിവോ ഈ പറയുന്ന ബോധമോ ഇല്ലാത്തത് അവരിന്നും പമ്പര വിഡ്ഢികളായി മതേതരത്വത്തെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല അർജുൻ. അതായത് ഇവിടെ ഈ പറയുന്ന പോലെ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല. ഇവിടെ കൃത്യമായി ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അവരത് പറയാത്തത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമുള്ളതുകൊണ്ടാണ്. മുന്നണികൾക്ക് ഒരു പക്ഷേ ഈ കാര്യങ്ങൾ അറിയായിരിക്കും, ആ നേതാക്കന്മാർക്ക് ഈ കാര്യങ്ങൾ അറിയായിരിക്കും. പക്ഷേ ഈ പറയുന്ന സാധുക്കളായിട്ടുള്ള ജനങ്ങൾക്ക് ഈ പറയുന്ന പോലെ മതേതര അവരുടെ മനസ്സിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൂട്ടർക്ക്, ഒരു വിഭാഗം വരുന്ന കൂട്ടർക്ക് ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ലാത്തത് കൊണ്ടാണ് അവർ ഈ പറയുന്ന ഇല്ലാത്ത മതേതരത്വത്തിൻ്റെ പേരിൽ മനുഷ്യത്വമൊക്കെ ചമഞ്ഞു പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുന്നത്. ലോക പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, വേൾഡ് പൊളിറ്റിക്സിനെ പറ്റി പലപ്പോഴും നമ്മൾ രാഷ്ട്രീയ ബോധമുണ്ട് എന്ന് കരുതുന്ന ആളുകൾ പോലും ലോക പൊളിറ്റിക്സിനെ പറ്റി പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോക പൊളിറ്റിക്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള ആളുകൾ റഷ്യൻ വിപ്ലവത്തെ
പതനത്തെക്കുറിച്ച്, സോവിയറ്റ് യൂണിയൻ്റെ പതനത്തെക്കുറിച്ച്, പിന്നെ ചെഗുവേരയെക്കുറിച്ച്, ലെനിനെക്കുറിച്ചൊക്കെ പഠിക്കുമെന്നല്ലാതെ മൊത്തത്തിൽ ഒരു മുതലാളിത്ത അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവത്തിനപ്പുറത്തേക്ക് എന്ത് സംഭവിക്കുന്നു ലോകത്ത്, എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഈ പറയുന്ന പല കോങ്കോ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള നേരത്തെ പറഞ്ഞ പല രാജ്യങ്ങൾക്കും എന്ത് സംഭവിച്ചു, അവിടെ ഏത് സ്ട്രാറ്റജിയാണ് എടുക്കുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് ഒന്നും തന്നെ ഇവരുടെ ശ്രദ്ധ പോകുന്നില്ല. അവരെ ഇവിടുത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തളച്ചിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ മിക്കവാറും നടക്കുന്നത്. എന്താണെന്നറിയോ? ഇവിടെ നടക്കുന്നത് മതം മാറ്റം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇവിടെ ആക്രമണങ്ങൾ നടക്കുന്നത്. ചെറിയതായിട്ടെങ്കിലും ആക്രമണങ്ങൾ നടക്കാൻ പാടില്ല, പക്ഷേ ആക്രമണങ്ങൾ നടക്കുന്നത്. മറുഭാഗത്ത് മതം മാറ്റം നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഇഷ്ടംപോലെ മതമാറ്റം നടക്കുന്നുണ്ട്. അങ്ങനെ മതം മാറ്റാൻ വേണ്ടി അത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ ആളുകളെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ മതം മാറ്റുന്നുണ്ട്. അത് ഇവിടെ നിന്ന് സഭ പറയുന്നുണ്ട്, അതിവിടെ സഭ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സഭയുടെ ക്രിസ്ത്യാനിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗം തങ്ങൾ അനുഭവിക്കുന്ന ദുരിതം മറ്റൊരാളോട് ചെയ്യുക എന്ന് പറയുന്ന അനീതിയല്ല. അതും മറ്റൊരു അതിശയോക്തിയാണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാർ എന്തുകൊണ്ട് ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല? ഈ പറയുന്ന ബംഗ്ലാദേശിലോ ഈ പറയുന്ന സിറിയയിലോ ഒന്നും അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ഇന്ത്യയിൽ പോലും എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങൾ ഇസ്ലാമിക ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ നടക്കാത്തത്? എന്തുകൊണ്ട് മലപ്പുറത്ത് പോലും നടത്താൻ അവർക്ക് കഴിയുമോ? ഇപ്പൊ മലപ്പുറത്തോ ഈ പറയുന്ന ഹൈദരാബാദോ തെലങ്കാനയോ കാശ്മീരോ ബംഗാളോ അടങ്ങുന്ന പ്രദേശങ്ങൾ എന്തുകൊണ്ട് അവർക്ക് നടത്താൻ കഴിയുന്നില്ല? നടത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അവർ ചിന്തിച്ചിട്ടുണ്ടോ? അത് തന്നെയാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. പിന്നെ അതുമാത്രമല്ല, ഈ പണ്ട് ഈ പറയുന്ന ഇന്നത്തെ ക്രിസ്ത്യൻ രാജ്യങ്ങളെല്ലാം ഇവർ ഈ പറയുന്ന പോലെ പരിവർത്തനം നടത്തി ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിച്ച രാജ്യങ്ങളെല്ലാം ഇന്ന് ആരുടെ കയ്യിലെത്തി നിൽക്കുന്നു? അതിനൊരു വിപരീതമുള്ളത് കുറച്ചെങ്കിലും ഒരു പിടിച്ചു നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഇസ്രായേലും ഇന്ത്യയും മാത്രമേ ഉള്ളൂ എന്നുള്ളത് മാത്രമാണ്. വ്യാപകമായിട്ടുള്ള ഇസ്ലാമിക കടന്നുകയറ്റത്തെയും ഇസ്ലാമിക അതിക്രമങ്ങളെയും ഇസ്ലാമിക ഭീകരതയും ചെറുത്തു നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു BJP ഭരിക്കുന്നത് കൊണ്ട് ഇന്ത്യയും അതോടൊപ്പം തന്നെ ഒരു കടുത്ത ഈ പറയുന്ന പോലെ തീവ്രവാദത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യമുള്ള ഇസ്രായേലും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി.